ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും? വർത്താനം സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു ദിവസമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിൽ കുറച്ചൊരു മധുരപ്പലഹാരം ഉണ്ടാക്കലും, ഒരു വെള്ളിയാഴ്ച എന്തെങ്കിലും ഒരു മധുരം ഉണ്ടാക്കലുണ്ട്. ഉച്ചക്ക് പായസം എന്തെങ്കിലും ഉണ്ടാക്കും. പിന്നെ ഞായറാഴ്ച നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുക. അപ്പോൾ അന്നാണ് റാണിക്ക് ഒഴിവുണ്ടാവുക. അപ്പോൾ അന്ന് ഒരു തിരക്ക് പിടിച്ച ദിവസം തന്നെ കാരണം മാറാറ് തട്ടലും അടിച്ചലും തുടക്കലും അങ്ങനത്തെ പണികളൊക്കെ റാണി എടുക്കും. പിന്നെ അടുക്കളയിലുള്ള ഇങ്ങനത്തെ സ്പെഷ്യൽ സാധനങ്ങൾ ഉണ്ടാക്കൽ, അടുക്കള പിന്നെ വെള്ളം പാർന്ന് പഠിക്കലൊക്കെ ഞാനുമാണ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസമാണ്. പിന്നെ ഇന്ന് വെള്ളിയാഴ്ച പിന്നെ അങ്ങനത്തെ പണികളൊന്നുമില്ല. ഉച്ചക്ക് എന്തെങ്കിലും മധുരം ഉണ്ടാക്കണം. ആദ്യം സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളിയാഴ്ചയായിരുന്നു ഉണ്ടാക്കിയത്. അപ്പോൾ റാണി ഒരു 8 മണിയാകുമ്പോഴത്തേന് പോകുമല്ലോ. 8:30 8:45 പോകും. പിന്നെ ഇങ്ങനത്തെ പണികളൊന്നും അപ്പോൾ പിന്നെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അത് ഞായറാഴ്ചക്കൊക്കെ മാറ്റിയിട്ടാണ് സ്പെഷ്യൽ ഉണ്ടാക്കണമൊക്കെ. പിന്നെ പറഞ്ഞാൽ ഇത് വലിയൊരു ഓട്ടയാണ്. ഇതിപ്പോൾ മുറ്റം ഇങ്ങനെ സിമെൻറ്റ് ഇട്ടുകൊണ്ട് സെറ്റാക്കി വെച്ചാളോ, അതിലൂടെ എന്തെങ്കിലും വേസ്റ്റുകളൊക്കെ കൊണ്ടുപോയിടും. അപ്പോൾ ഞാനൊരു മാർബിളിൻ്റെ കഷ്ണം ഗ്രാനൈറ്റിൻ്റെ കഷ്ണം അവിടെ കൊടുന്നിട്ടതാണ്. അപ്പോൾ ഇന്ന് ബീൻസ് ഉപ്പേരിയും അതേപോലെ മുരിങ്ങക്കായ് ചാറുണ്ടാക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പരിപ്പിട്ട് കണ്ടിട്ടാണ്. അപ്പോൾ പരിപ്പും അതിലേക്കുള്ള പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ആദ്യം ഒന്നാണ്ട് വേവിച്ചെടുക്കും. പിന്നെ ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു കട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പറയാം അത് ഉണ്ടാക്കണമെന്നൊന്ന് കാണിച്ചു തരുമോ താത്തന്ന്. അപ്പോൾ ഒരാൾക്കെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ വെച്ചിട്ട് ആണിപ്പോൾ ഇന്നത് റെഡിയാക്കുന്നത്. ഇന്നലെ അന്തിക്ക് രാത്രി ലൈറ്റ് ചുടുവെള്ളത്തിൽ ഇട്ട് വെച്ച അരിയാണത്. കൈകിൻ്റെ ശേഷം ഇട്ട് വെക്കുക. അപ്പോൾ ചോറ് ഒരു തിളക്ക് വേകുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും പറയണതാണ്, രാവിലെ എണീച്ച് വന്നാൽ ആദ്യമായിട്ട് അടിക്കലും പിന്നെ മേട തുടക്കലും അതേമാതിരി പുറത്തെ വർക്കരിയിൽ വെള്ളം പാർന്ന് വടിക്കലൊക്കെ കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഉണ്ടാക്കൽ എന്താ വെച്ചാൽ ചോറാണ്. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഐസക്കുട്ടി സൗണ്ട് ഉണ്ടാക്കിയതാട്ടാ, അവളെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യൽ നിർത്തി. പിന്നെ ബാക്കി എഡിറ്റ് ചെയ്യണത് പിറ്റത്തെ ദിവസമാണ്. അപ്പം അങ്ങനെ ഒരു ഭാഗത്ത് ചോറുണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇന്നലത്തെ മീൻ കറിയാണ്. അപ്പോൾ റാണിക്ക് എരിവുള്ള കറിനോടാണ് താല്പര്യം രാവിലെ. അതേമാതിരി സിനുവിനും അങ്ങനെ തന്നെ. അപ്പോൾ സിനു റാണിയാണ് ഇപ്പോൾ മെയിനായിട്ട് കറി കൂട്ടാനുള്ളത്. പിന്നെ അതുപോലെ തേങ്ങാപ്പാലൊക്കെ ആയാലും മതി കേട്ടോ, എന്തായാലും വേണ്ടിയില്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇന്ന് പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് റെഡിയാക്കുന്നത്. അപ്പോൾ മിക്സിയിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് പൊടിച്ചതിന് ശേഷം നമ്മളെ മേലേക്ക് അരി വന്നിട്ടുണ്ടാവും, അതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഞാനൊരു കയ്യിലിൻ്റെ കണയാണ് എടുത്തിട്ടുള്ളത്. എന്തായാലും വേണ്ടിയില്ല, ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ നന്നായിട്ടൊന്നും കൂടി പൊടിച്ചെടുക്കണം. അപ്പോൾ കംപ്ലീറ്റ് നന്നായിട്ട് നൈസായിട്ട് പൊടിഞ്ഞതിൻ്റെ ശേഷം പകുതി മാവാണ് മാറ്റി കൊടുത്തിട്ട് പകുതിയിൽ ചോറിട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ ചോറ് ഒരുപാടൊന്നും വേണ്ട. ഞാനിപ്പോൾ ഇത് ഒരു 100 ഗ്രാം അരിയാണ് എടുത്തിട്ടുള്ളത്. 100 ഗ്രാമിന് ചെറിയൊരു ഗ്ലാസ് അരിയാണ് ഉമ്മാക്കും കാക്കാക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ കുറച്ച് അരി എടുത്തിട്ടുള്ളൂ. അതിലേക്ക് ഞാൻ 2 പൊടി ചോറുമാണ് ഇട്ട് കൊടുത്തത്. അത് നന്നായിട്ട് പൊടിഞ്ഞതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് ഇസുകുട്ടി ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് കുറച്ചൊരു ഭാഗത്ത് അവളെ വച്ചുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കട്ടാ. അപ്പോൾ ഇന്ന് ഇടാനുള്ള വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വോയിസ് കൊടുക്കുന്നത്. വീഡിയോകളൊക്കെ ഞാനിങ്ങനെ വെച്ചാൽ കിട്ടുന്ന സമയത്ത് എടുത്ത് വെക്കാറാണ്. അപ്പോൾ അതാ യേസുകുട്ടിക്കുള്ള കഞ്ഞി റെഡി ആയിട്ടുണ്ട്. അതേപോലെ ഞാൻ മേഡമിൽ ഒരു പേപ്പർ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ പത്തിരി പരത്താനുള്ള പേപ്പർ വെക്കുക. അതായത് പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും സീറ്റ് വെക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ പണ്ടത്തെ മാതിരി വായൻ്റെ ഇലയിലോ പൊടിയണ്ണിൻ്റെ ഇലയിലോ ഒക്കെ ഉണ്ടാക്കിയെടുത്താലും മതി കേട്ടോ. പിന്നെ കൈകൊണ്ട് ഉണ്ടാക്കുന്നവർക്ക് അങ്ങനെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ പരത്തി റെഡിയാക്കുന്നവർക്ക് അങ്ങനെ ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ 2 ചട്ടി വെച്ചിട്ടുണ്ട്. ആ 2 ചട്ടിയിലും കൂടി ആയിട്ട് ചുട്ടെടുത്താൽ പെട്ടെന്ന് കഴിയുമല്ലോ. അപ്പോൾ ആ ഒരു പരിപാടിയും കൂടിയാണ്. അന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ കുറച്ചൊന്ന് നെയ്യൊന്ന് തടവി കൊടുക്കും. അത് നിങ്ങൾക്ക് വേണ്ടവർക്ക് ചെയ്ത് കൊടുക്കട്ടോ. കണ്ടില്ല നിങ്ങൾ, പത്തിരി നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറച്ചൊന്ന് മുരിഞ്ഞു പറ്റും. പക്ഷേ പെട്ടെന്ന് തന്നെ ആ പച്ചി തന്നെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആകെ കൊളാവുക ചെയ്യുക. അപ്പോൾ കുറച്ചൊന്ന് ആയി വന്നതിൻ്റെ ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അത് ഒന്ന് പൊട്ടും അതൊന്നും ചെയ്യില്ല, നല്ല പത്തിരി ആയിക്കാരം. പിന്നെ നമ്മൾ തേങ്ങ കൂടുതൽ ഇട്ടുകാണ്ടൊക്കെ വേണമെന്നുണ്ടെങ്കിലും പിന്നെ വായൻ്റെ ഇല അല്ലെങ്കിൽ പൊടിയണ്ണിൻ്റെ ഇലയൊക്കെ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഇല കൊടുക്കാനല്ലേ ചെയ്യുക. അപ്പോൾ ഒരു ഇതും വരില്ല, എന്തായാലും പൊട്ടൂല എന്ന് ഉറപ്പാണ്. പക്ഷെ ഞാനിങ്ങനെ തന്നെ കേട്ടോ ചെയ്യാം. വായൻ്റെ ഇലക്കൊന്നും പോവലില്ല.
അപ്പോൾ ഈ വോയിസ് കൊടുക്കുന്നിടത്തൊക്കെ ഓൾ കച്ചറ ഉണ്ടാക്കുകയാണ്. കാക്ക ഞാൻ ഇപ്പം വരാം വേങ്ങരക്ക് പോകാനായിരുന്നു പോയതാണ്. അപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞാണ് കേട്ടോ കച്ചറ ഉണ്ടാക്കണേ. അപ്പോൾ അതാ നെയ്യൊക്കെ ഒന്ന് തടവി കൊടുക്കുകയാണ്. അവൻ ഈ തടവി കൊടുക്കുന്ന സമയത്ത് ഒന്നും കൂടി മറിച്ചിട്ട് കൊടുത്തുകൊണ്ട് മറ്റേ സൈഡിലൊന്നും നെയ്യ് തടവി കൊടുക്കും. അതിൻ്റെ ശേഷം പിന്നെ ഇങ്ങനെ ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. അത് പച്ചയിൽ തന്നെ ചെയ്ത് കൊടുക്കണാണ്ടിൽ ഒന്ന് ഇപ്പോൾ ഹാഫ് വേവായതിൻ്റെ ശേഷം ചെയ്ത് കൊടുത്താൽ ഒന്നും കൂടി നല്ലതാണ്. അപ്പോൾ അതാ ഒന്നുകൂടി മറിച്ചിട്ട് കൊടുത്തിട്ട് ആ സൈഡിൽ ഒന്നാണ്ട് നെയ്യ് തടവി കൊടുക്കും. എന്നാൽ പിന്നെ അതിന്മേൽ തടവേണ്ട ആവശ്യം ഇപ്പോൾ ഭാഗത്തും ആയല്ലോ. ഈ വെളിച്ചെണ്ണ അതിനെ തടവി കൊടുക്കേണ്ടത് വെച്ചാൽ അതും ചെയ്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം. നിങ്ങൾക്ക് എന്താണ് താല്പര്യം വെച്ചാൽ അതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. നല്ല പത്തിരിയാണ്. പൊള്ളച്ചെന്നിട്ട് വന്നില്ല എന്നുണ്ടെങ്കിലും നല്ല പത്തിരി ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മളെ പത്തിരിൻ്റെ പരിപാടി ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. അപ്പോൾ പത്തിരി ഒരു ഭാഗത്ത് ചുട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ പരിപ്പും പച്ചമുളകും കൂടി ഇട്ടുകാണ്ട് വേവിച്ചാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് കറിയാവുമല്ലോ. ഞാൻ അങ്ങനെ കേട്ടോ. അപ്പോഴത്തേന് ഇതിൻ്റെ ഇടയിൽ ചോറ് വെന്തിട്ടുണ്ട്. പെട്ടെന്ന് നമ്മൾ പണിയൊക്കെ തീർത്ത് കഴിഞ്ഞാൽ നമുക്കും തന്നെ ഒരു ഫ്രീ ആയിട്ട് ഇരിക്കാം. പിന്നെ അങ്ങനെ ഐസക്കുട്ടിനായിട്ട് മെനക്കെട്ടിരുന്നാൽ മതി. അങ്ങനത്തെ ഒരു സൗകര്യം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ പത്തിരി ഇതാ ഇപ്പോൾ ഇങ്ങനെ എന്താ വെച്ചാൽ 2 ചട്ടിയിലും കൂടി ആയതുകൊണ്ട് 2 പത്തിരി ചുടുന്ന സമയം കൊണ്ട് തന്നെ നമുക്കുള്ള കടിയൊക്കെ റെഡിയാവും. അപ്പോൾ ഇതാ അതിലേക്കുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പിറ്റേന്ന് കൊടുക്കാനപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടയിലുള്ള ഭാഗങ്ങളൊക്കെ ഇപ്പോൾ 2 ദിവസമായിട്ട് കൊടുത്തതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. കാക്ക വരാമെന്ന് പറഞ്ഞ് പോയതുകൊണ്ട് അവൾ ഇപ്പാനെ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ അവർ തേങ്ങ ആട്ടാൻ പോകുമ്പോൾ നമ്മളും കൂടി കൂടെ പോവുക. പിന്നെ എൻ്റെ വീട്ടിൽ ഞാനും യേശുക്കുട്ടിയും കൂടി നിൽക്കുക. റാണി ക്ലിനിക്കിൽ നിന്ന് വരുമ്പോൾ വരാമെന്നൊക്കെ ഉള്ള ഒരു ഇതിൽ വന്നതാണ്. പോകാമെന്ന് ഉദ്ദേശിച്ചാണ്. അപ്പോൾ ഓളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കത് സാധിക്കുന്നത് വരെ ഓൾ കരഞ്ഞ്. ഇല്ലാതെ നമ്മൾ പോകുമ്പോൾ അതൊന്നും പറയാതെയാണ് പോയിക്കണമെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പോകുമ്പോൾ പറഞ്ഞല്ലോ ഞാൻ വരാം, ഇപ്പോൾ വരട്ടെ അപ്പം നമുക്ക് വേങ്ങരക്ക് പോകാമെന്ന് പറഞ്ഞ ഒരു കാരണമാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവൾ നല്ല കുട്ടിയെ കണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഞാൻ കടുകൊക്കെ പൊട്ടിച്ച് കണ്ട് ബീൻസ് ഉപ്പേരി ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ പച്ചമുളകും ഉപ്പും ഒക്കെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കുകയാണ്. എനിക്ക് കടുക് ഇടണം കേട്ടോ ഇഷ്ടം. ചിലരൊക്കെ അധികവും ഇതിലേക്കൊക്കെ ഉള്ളിയാണ് ഇടുക. എനിക്കതെന്തോ അറിയില്ല, എനിക്കിഷ്ടമില്ല. ഇവിടെ ഉമ്മാക്ക് ഉള്ളി ഇടണമാണ് ഇഷ്ടം കേട്ടോ. പിന്നെ ഉമ്മാക്ക് വല്ലാതൊരു പച്ചക്കറിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ അതിൽ കടുക് തന്നെ ഇട്ട് കൊടുത്തേക്കാണ്. അങ്ങനെ ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടതാണ്. ഞാൻ ഇപ്പോൾ പയറും ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പാടത്തു നിന്നൊക്കെ കൊടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഉമ്മാക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഉള്ളി ഇട്ടുകാണ് ഉണ്ടാക്കും കേട്ടോ. കുറച്ച് അങ്ങനെയെങ്കിലും ഉണ്ടാക്കും. എനിക്കെന്താ അറിയില്ല, അതിൻ്റെ ഉള്ളിൻ്റെ ആ മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വേവിച്ചൊക്കെ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ഒരുമാതിരി കളറ് വരുമല്ലോ നമ്മളെ പച്ചക്കറി. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇടാത്തത്. നിങ്ങളൊക്കെ എല്ലാവരും ഉള്ളിയാണോ അതാ കടുകാണ് ഇടയിലൊക്കെ ഒന്ന് പറയേണ്ടിട്ടാ. ചില സ്ഥലങ്ങളിലൊക്കെ കടുകാണ് ഇടുക, അധിക സ്ഥലങ്ങളിലും ഉള്ളി ഇടുന്നവരുണ്ട്. അപ്പോൾ പലവരും പല മട്ടത്തിലാണ്. അപ്പോഴേക്കും നമ്മളെ പരിപ്പും പച്ചമുളകൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ ഈ കറി ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ 2 നേരത്തിനും കൂടി ഉള്ളതാണ് കേട്ടോ. അപ്പോൾ പരിപ്പും മുരിങ്ങാക്കായി ഇവിടെ അമ്മ വീട്ടിൽ നിന്ന് അറുത്തതാണ് കേട്ടോ. ഇളച്ചൻ്റെ വീട്ടിൽ നിന്ന് അറുത്തുണ്ടാക്കിയതാണ്. അപ്പോൾ അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഞാൻ മുരിങ്ങാക്കായിൻ്റെ തോല് വരണ്ടി കളിയിലാട്ടോ. വരണ്ടി കളഞ്ഞാൽ വെച്ചാൽ മുരിങ്ങക്കായ് പെട്ടെന്ന് വെന്തുകാണ്ട് ഉടഞ്ഞു പോകും. അപ്പോൾ കറിയൊക്കെ ഒരു ഭാഗത്ത് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇന്ന് ഞാനിപ്പോൾ മധുരം എന്താ ഉണ്ടാക്കുക എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ എനിക്ക് തോന്നിയത് നമ്മൾ ഗുലാബ് ജാമിൻ്റെ ഒരു പൗഡറിൻ്റെ പാക്കറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഗുലാബ് ജാം ഉണ്ടാക്കിയെടുക്കുക വെച്ചിട്ട് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഏസക്കുട്ടി ഇതേമാതിരി അവൾ ഒക്കെ എങ്ങനെ വെച്ചാൽ നമ്മൾ അടുപ്പത്ത് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടിരിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ചില സമയത്ത് ഞാൻ അടുപ്പിൻ്റെ അടുത്ത് ഇരുത്തൂട്ടാ. അപ്പോൾ ഈ നമ്മൾ എണ്ണയിലൊക്കെ ഉണ്ടാക്കുന്ന സാധനം ആകുമ്പോൾ അടുപ്പിൻ്റെ അടുത്തിരുത്തിയാൽ കുട്ടികളെ മേത്തേക്ക് പൊട്ടിത്തെറിക്കുമല്ലോ, അത് നമുക്ക് പേടിയാണ്. പിന്നെ പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് കൈയിട്ട് വാരിയാലോ എന്നുള്ളൊരു പേടി. അത് വിചാരിച്ചിട്ട് അവളെ പുറത്തേക്ക് അത് താഴത്ത് നിർത്തിയതാണ്. ഇടയ്ക്ക് ഞാൻ അവനെ കളിപ്പിച്ചുകൊണ്ട് അങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. അപ്പോൾ ഒരടുപ്പത്ത് ഞാൻ പഞ്ചസാര വെള്ളം റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ പഞ്ചസാരൻ്റെ അളവ് വെച്ചാൽ നമുക്ക് മധുരത്തിനനുസരിച്ചാണ്. ഞാൻ ഇവിടെ അധികം മധുരം ഇടൂല. ചിലവർ നമ്മൾ എന്നാൽ തേനിലാവ് പോലെ നല്ല കട്ടിക്ക് കാച്ചണവരുണ്ട്. അപ്പം ഞാൻ അത്രക്കുണ്ട് പിന്നെ മധുരം ഇടൂല. കുറച്ചൊരു കുറവായിട്ടാണ് മധുരം ഇട്ട് കൊടുക്കൽ കേട്ടോ. അപ്പോൾ അത് ഞാൻ നല്ലോണം തിളപ്പിച്ചിട്ട്
അതുകൊണ്ട് മാറ്റി വെക്കും. ഞാൻ ഒന്ന് ചൂടാറിൻ്റെ ശേഷമാണ് ഞാൻ ഇതിലേക്ക് പിന്നെ നമ്മളെ ഗുലാബ് ജാമിൻ്റെ ഇത് ഇടലിട്ടാ. ഇതെന്താ വെച്ചാൽ അടി വരച്ച് നല്ലോണ്ട് വൃത്തിയായിട്ടില്ല തോന്നുന്നു. മീൻ പൊരിച്ച ചട്ടിയാണ്. അപ്പോൾ അതൊക്കെ ലാസ്റ്റൊക്കെ ഒന്ന് വരച്ചിരുന്നു. പിന്നെ ചൂടാവാതെ എണ്ണയിലിട്ടതോ എന്തുകൊണ്ടോ അറിയില്ല, ഒന്നുണ്ട് അടിയിൽ പിടിക്കണ മാതിരി വന്നു. പിന്നെ ഉള്ള ഇതിനൊന്നും പ്രശ്നം ഉണ്ടായില്ല. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റി. പിന്നെ അധികം എണ്ണ ഇല്ലാത്തതുകൊണ്ടാണെന്ന് അതും പറയില്ല. ഞാൻ പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. അത്ര മതിയെന്ന് വിചാരിച്ച് കണ്ട് ഒഴിച്ചു കൊടുത്താട്ടോ. അപ്പോൾ ഞാൻ ചെറിയ ബോളായിട്ടാണ് ഉണ്ടാക്കിയെടുത്തത്. നമ്മൾക്ക് ശരിക്കും ഒരു മീഡിയത്തിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 35 ബോൾ വരെ ഉണ്ടാക്കാനേ ഉണ്ടാവുള്ളൂ. ഞാനിപ്പോൾ ഇത് വെച്ചാൽ 52 ഉണ്ട് കേട്ടോ. കുറച്ച് ചെറുതാക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചെറുതാക്കി ഉണ്ടാക്കിയാൽ ഉടഞ്ഞു പോവാതെക്കാനൊക്കെ സൗകര്യമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് സാധാരണ ചെയ്യൽ. അപ്പോൾ ഇതൊന്ന് ഒക്കെ ഒന്ന് കളറ് മാറിയതിന് ശേഷം ഉള്ളിൽ വേവും വേണം. അപ്പോൾ അധികം തീ വെച്ച് കൊടുക്കാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ എടുക്കുകയാണ്. അതേമാതിരി ഈ പൗഡർ ഞാൻ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് പാൽപ്പൊടി ചേർത്ത് കൊടുക്കലുണ്ട്. എല്ലാവരും ചേർത്ത് കൊടുക്കുക അറിയില്ല, ഞാൻ അങ്ങനെ ചേർത്ത് കൊടുക്കലുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റും ഒന്ന് പൊരിച്ച് കോരി എടുക്കട്ടെ. അതൊരു 3 ട്രിപ്പായിട്ടാണ് ഞാൻ പൊരിച്ച് കോരിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ വെച്ചാൽ വോളിയം കളിപ്പിക്കുന്നുണ്ട് കേട്ടോ. അല്ലാഞ്ഞാൽ നമ്മളെ പരിപാടികളൊന്നും നടക്കില്ല. അപ്പോൾ അത് കംപ്ലീറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉപ്പേരിയും റെഡി ആയിക്കണ്. അപ്പോൾ ഇതാ ഗുലാബ് ജാമൊക്കെ ഞാൻ റെഡിയാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിറ്റേന്നൊക്കെയുള്ള മീൻ കായം തേച്ചത്, പിറ്റേന്നൊക്കെയല്ല ഉച്ചക്കൊക്കെയുള്ള മീൻ കായം തേച്ചതൊക്കെ ഇതിൽ റെഡി ആയിട്ടുണ്ട്. പേസക്കുട്ടി ഞാനും കൂടി ആ ബോളിനൊക്കെ ഓട്ട കുത്തി കൊടുത്തിട്ടാ. എന്നാലേ നമുക്ക് പഞ്ചസാര സീറോ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ആവുള്ളൂ. അപ്പോൾ ഓളയും കൂടി ഇതിലേക്ക് കൂട്ടാഞ്ഞാൽ ഇന്ന ഒരു പണി എടുക്കാനായിരിക്കില്ല. അതുകൊണ്ടാണ് ഓളയും കൂടി അതിലേക്ക് കൂട്ടിയത്. അപ്പം അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി അതൊക്കെ റെഡിയാക്കി അവസാനം ഓള് നെക്കി പൊട്ടിക്കൽ തുടങ്ങിയിട്ടോ ഓരോന്നും. അപ്പോൾ ഞാനിങ്ങനെ കുത്തുന്നുണ്ടല്ലോ. അപ്പോൾ ഓളൊരു തീർക്കലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പൊട്ടിച്ചിട്ടത് ഇങ്ങനെ ഇതാക്കിയിട്ട് അത് തീക്ക് വാരിയിട്ടോ അങ്ങനെ ഒരുപാട് പണികൾ ഓളും ചെയ്തുകൊണ്ട് ഏതായാലും ഓളും നല്ല സന്തോഷത്തിലായി. അപ്പോൾ എനിക്ക് ആ ഇടയിൽ കൂടി എൻ്റെ പണി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി പണികളൊക്കെ എടുത്തുട്ടോ. ഓള് നല്ല ഹാപ്പിയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ തന്നെ പഞ്ചസാര സീറിലൊക്കെ കഴിഞ്ഞിട്ട് ഒക്കെ ഞാനിങ്ങനെ പരന്ന പാത്രത്തിലാണ് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഓള് പൊന്തി വരുന്ന സമയത്ത് ഒട്ടി പിടിക്കാതെ അതിന് വേണ്ടിയിട്ടിട്ട് അങ്ങനെ ചെയ്യണേ. അപ്പോൾ നമ്മളെ എല്ലാ പരിപാടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും. ബോൾ പൊന്തിൻ്റെ ശേഷം ഇങ്ങനെ ഒരേ പാത്രത്തിൽ ഇട്ട് കൊടുക്കണം കേട്ടോ ചെയ്യൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.